വയനാട്ടിൽ നിന്ന് പഴങ്ങൾ കയറ്റിയ ലോറിയുമായി പോയ ഡ്രൈവർ ജയ്പൂരിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ മരണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പൈനാപ്പിളുമായിട്ടാണ് വയനാട് സ്വദേശി ട്രക്ക് ഡ്രൈവർ ലിനീഷ് MS ജയ്പൂരിലെത്തിയത്. ശാരീരിക അസ്വാസ്ഥ്യം ബാധിച്ചതിനെ തുടർന്ന് ഇദ്ദേഹത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ മരണം സംഭവിച്ചു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും കേരള സമാജവും ചേർന്ന് മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരവും നടന്നു. രാജസ്ഥാനിലെ ഐമ സെക്രട്ടറി K. അനിൽകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. മെനിഞ്ഞാന്നാണ് ഈ മരണം ഉണ്ടായത്. ഹലോ അനിൽകുമാർ, ഗുഡ് മോർണിംഗ്. അനിൽകുമാർ, ജയ്പൂരിലെ നമ്മുടെ ഈ അപകടത്തിൻ്റെ വാർത്ത നമ്മളെ ഒന്ന് നടുക്കിയിരിക്കുകയാണ്. കാരണം നമ്മുടെ ഈ കേരളത്തിലെ പൈനാപ്പിൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ലോറിയിൽ കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഇദ്ദേഹവും അങ്ങനെ വന്നതാണ്. കൂടുതൽ വിവരങ്ങൾ എന്തായിരുന്നു ലിനീഷിന്റെ? അതെ 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 സാർ, അത് കഴിഞ്ഞ ദിവസം ഇവര് 3-4 ദിവസമായി ഇവിടെ വന്ന് യാത്രയിലായിരുന്നു. ജയ്പൂരിലോട്ട് വന്ന വഴിക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ ലെനീഷിന്റെ കൂടെ സിജു തോമസ് പറഞ്ഞ 2 ഡ്രൈവേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് വിവരം കിട്ടുന്ന മിനിഞ്ഞാന്നാണ് വിവരം കിട്ടുന്ന ഒരു സംഭവം നടന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വിവരം വന്നതുപോലെ ഒരു മലയാളി മരണപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ ഒന്ന് അന്വേഷിക്കണമെന്ന്. അപ്പൊ ഞങ്ങളത് ഇടപെടുകയും ചെയ്തു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ കേരള സമാജവും പ്രതിനിധികൾ അവിടെ സംസാരിച്ചു. അതിനുശേഷം സിജു തോമസുമായിട്ട് സംസാരിച്ചു, കാര്യങ്ങൾ അറിഞ്ഞു. പിന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെയാണ് ഇതിന്റെ എല്ലാം പ്രൊസീജിയർ ആയത്. നാട്ടിൽ നിന്നും ഇദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് വരാൻ ചില സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിക്കുമായിരുന്നു. അതുപോലെ അവിടുത്തെ വയനാട് MLA ശ്രീ IC രാധാകൃഷ്ണൻജി ഉണ്ടായിരുന്നു ഇടപെട്ടിരുന്നതിനകത്ത്. അപ്പൊ അതിനുശേഷം ഞങ്ങൾ ബാക്കി ഇന്നലെ പോസ്റ്റ്മോർട്ടവും എംപവർമെന്റും എല്ലാം ചെയ്ത് ബോഡി രാത്രി 10:30 ഫ്ലൈറ്റിന് ഇവിടുന്ന് ജയ്പൂർ ടു ബാംഗ്ലൂരിലാണ് വിട്ടിരുന്നത്. അതിനുശേഷം റോഡ് മാർഗം അത് അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ വയനാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ടാണ് നമുക്കിപ്പം അറിയാൻ സാധിച്ചിരിക്കുന്നത്. ജയ്പൂരിൽ നിന്ന് K. അനിൽകുമാറാണ് വിവരങ്ങൾ ടെലിഫോണിൽ തന്നിരിക്കുന്നത്. വയനാട്ടിലെ മുത്തങ്ങ മന്മഥമൂല സ്വദേശിയാണ് MS ലിനീഷ്. കഴിഞ്ഞ 12-ാം തീയതിയായിരുന്നു ജയ്പൂരിലേക്ക് ഇദ്ദേഹം പോയത്. 38 വയസ്സ് പ്രായമുണ്ടായിരുന്നു ലിനീഷിന്. ദേഹാവസ്ഥയുണ്ടായി മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം നാട്ടിലെത്തി സംസ്കരിച്ചു. എന്തായാലും നമ്മുടെ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും കേരള സമാജവും ഒക്കെ ഒരുപാട് സഹായങ്ങൾ നൽകി മൃതദേഹം നാട്ടിലെത്തിക്കാനും ഈ പോസ്റ്റ്മോർട്ടം പോലുള്ള നടപടികൾ വേഗത്തിലാക്കാനും ഒക്കെ. എന്തായാലും വീട്ടുവളപ്പിലാണ് സംസ്കാരം നടന്നതെന്നുകൂടി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് അറിയിക്കുന്നു. ഇനി PP ജെയിംസ് നമുക്കൊപ്പം ചേരാൻ പോകുന്നു. ഈ അന്തർദേശീയ വാർത്തകളിലേക്കാണ്. നമുക്ക് ഇതിനിടയിൽ സുർജിത്ത് അയ്യപ്പത്ത് കൂടി വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. സുർജിത്ത്, സംസ്കാരമൊക്കെ നടന്നു എന്ന് മനസ്സിലായി. എന്തായാലും സങ്കടകരമായി പോയി. കാര്യം ഒരു ട്രക്ക് ഡ്രൈവർ എന്ന നിലയിൽ ലെനീഷ് കഴിഞ്ഞ കുറച്ചൊക്കെ അധികം കാലമായി രംഗത്തുണ്ട്. SKN ഈ വയനാട്ടിൽ നിന്ന് പഴങ്ങൾ കയറ്റിയ ലോറിയുമായി പോയ ഡ്രൈവറാണ് ജയ്പൂരിൽ കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവം ഉണ്ടായത്. മുത്തങ്ങ മന്മഥമൂല സ്വദേശിയായിട്ടുള്ള MS ലെനീഷാണ് മരിച്ചത്. കഴിഞ്ഞ 12-ാം തീയതിയാണ് ജയ്പൂരിലേക്ക് പോയത്. കഴിഞ്ഞ ദിവസമാണ് മരണം സംഭവിക്കുന്നത്. 38 വയസ്സായിരുന്നു പ്രായം. അദ്ദേഹം പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ്. ഇതിനിടയിൽ കാണാതാവുകയായിരുന്നു. പിന്നീട് മെഡിക്കൽ കോളേജിൽ ആണ് മൃതദേഹം പോലീസ് കൊണ്ടുപോയിരുന്നത്. അവിടെ നിന്നും ഈ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ, കേരള സമാജം, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ്, IC ബാലകൃഷ്ണൻ MLA തുടങ്ങിയ ഇവരുടെ ഇടപെടലുണ്ടായി. ആ ഇടപെടലിനെ തുടർന്നാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത്. വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തിയിട്ടുണ്ട്. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.